നമസ്കാരം, മാൻ യുണൈറ്റഡ് മല്ലുവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇന്ന് സൺഡേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ബ്രൈറ്റൺ ഗെയിം. ഈ ഒരു ഗെയിമിൽ നമ്മളെല്ലാവരും പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സീസണിലെ അവസാനത്തെ ഗെയിമാണ്. അപ്പോൾ ഈ സീസൺ എൻഡ് ചെയ്യുന്നത് ഒരു വിജയത്തോടു കൂടി ഓൺ എ ഹൈ എന്ന നിലയ്ക്ക് തന്നെ ഈ ഒരു സീസൺ കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ്. അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ ഇൻവോൾവ്മെൻറ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ബഡാ ന്യൂസ്, ഒരു ഹ്യൂജ് ബ്രേക്കിംഗ് ന്യൂസ് വന്നിരിക്കുകയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആൻഡ് അറ്റ്ലാന്റ ദേ ഹാവ് അഗ്രീഡ് ഓർ ദേ ഹാവ് റീച്ച്ഡ് എ വെർബൽ അഗ്രിമെൻറ്റ് ഫോർ മിഡ്ഫീൽഡർ എഡേഴ്സൺ. ഈ ഒരു ന്യൂസ് ബ്രേക്ക് ചെയ്യുന്നത് ബ്രസീലിയൻ ജേർണലിസ്റ്റ് മെറ്റയോ മൊററ്റോ ആണ്. അപ്പോൾ ബ്രസീലിയൻ ജേർണലിസ്റ്റ് ആകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എഡേഴ്സൻ്റെ കാര്യം, ബ്രസീലിയൻ മിഡ്ഫീൽഡറാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ എന്താ പറയുക ഡെപ്ത് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. സോ എഡേഴ്സൺ ഇതിപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മിഡ്ഫീൽഡ് റീഇൻഫോഴ്സ്മെൻറ്റ്സ് അതിൻ്റെ അകത്ത് ഏത് ലെവലിലുള്ള പ്ലെയർ ആകും എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. കാരണം വെച്ച് പറഞ്ഞാൽ ദിസ് ഇസ് ഡെഫിനറ്റ്ലി നോട്ട് കെസമീറോ റീപ്ലേസ്മെൻറ്റ് അല്ലേ. കെസമീറോ എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവൽ ആണ്. അപ്പം കെസമീറോയുടെ ഡയറക്റ്റ് റീപ്ലേസ്മെൻറ്റ് ആകാനായിട്ടുള്ളൊരു ചാൻസ് ഇല്ല. അപ്പോൾ ഐ തിങ്ക് ഇറ്റ് കുഡ് ബി എ ലെവൽ 3. നമ്മൾ മൂന്നാമതൊരു മിഡ്ഫീൽഡറിൻ്റെ കാര്യം നോക്കുന്നുണ്ടായിരുന്നല്ലോ, ഉഗാർട്ടെ പോകുന്നതിന് പകരം. അപ്പം ആ ഒരു ലെവലിലുള്ള ഒരു മിഡ്ഫീൽഡറായിട്ടാണ് ഞാൻ കാണുന്നത്. സോ ഫസ്റ്റ് ലെവൽ ഓഫ് പ്ലെയേഴ്സിൻ്റെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആൻഡേഴ്സൺ, ചുവമെനി ആൻഡ് സാൻഡ്രോ ടൊണാലി. ലെവൽ 2 നോക്കിക്കഴിഞ്ഞാൽ മെത്തേസ് ഫെർണാണ്ടസ്, ബലേബ ഇതേപോലത്തുള്ള പ്ലെയേഴ്സാണ് ആ ഒരു കാറ്റഗറി വരുന്നത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലെവൽ 3 ആണ് എഡേഴ്സൺ. സോ അതല്ല, എഡേഴ്സണിനെയൊക്കെ ഒരു ടോപ്പ് ലെവൽ, ഒരു സെക്കൻഡ് ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള രീതിയിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഹൈറാക്കി നോക്കുന്നത് എന്ന് അറിയത്തില്ല. സോ ഈ ഒരു സൈനിങ് അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫറിനെ കുറിച്ചിട്ട് എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഐ ആം നോട്ട് അത്രയും താല്പര്യപ്പെടുന്ന ഒരു ട്രാൻസ്ഫർ ആകുന്നില്ല. ബിക്കോസ് വേരിയസ് ഫാക്ടേഴ്സ്. 26 ഇയർ ഓൾഡാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മാനേജ്മെൻറ്റ് ട്രാൻസ്ഫർ സ്ട്രാറ്റജി അനുസരിച്ച് 26 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള പ്ലെയേഴ്സിനെ ഒന്നും എടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം ഉടനെ 27 ആകും. സോ ആ ഒരു ബോക്സ് അൺടിക്ക് ആവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മറ്റൊരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ പ്രീമിയർ ലീഗ് പ്രൂവൺ ആയിട്ടുള്ള പ്ലെയേഴ്സിനെ കൊണ്ടുവരണം എന്നുള്ളതാണ്. ബിക്കോസ് വി നോ നമ്മുടെ ടീമിന്, മറ്റു ടീമിനെ പോലെയല്ല, നമ്മുടെ ടീമിൽ അങ്ങനെ പ്രൂവൻ അല്ലാത്ത പ്ലെയേഴ്സ് വന്ന് നമ്മൾ ഓൾറെഡി ഒരു സെറ്റ് ടീമൊന്നുമല്ല. അപ്പം ആ സെറ്റ് ടീമിൻ്റെ ഇടയ്ക്ക് ഒരു പ്രീമിയർ ലീഗിൽ നിന്ന് പുറത്തുള്ള ഒരു പ്ലെയർ വന്ന് കയറി ആ ടീമുമായിട്ട് ജെല്ലായി പോകുന്ന രീതിയിലല്ല. ബിക്കോസ് വി ആർ വർക്ക് ഇൻ പ്രോഗ്രസ് ടീം. അപ്പം അങ്ങനത്തെ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രീമിയർ ലീഗ് അറിയാവുന്നതും ഇവിടുത്തെ ഒരു പ്ലേയിങ് സ്റ്റൈല്, ഫിസിക്കാലിറ്റി അങ്ങനത്തെ എല്ലാം കൂടെ ഒത്തുചേരുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലെയർ വന്നു കഴിഞ്ഞാലാണ് നമുക്കത് കൂടുതൽ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഇതിൻ്റെ അകത്തുള്ള മറ്റൊരു നോ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസിങ് തന്നെയാണ്. എനിക്ക് ഇപ്പോൾ ഞാൻ അറിയുന്ന പറഞ്ഞാൽ 43 മില്യൺ പൗണ്ട്സ് ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡും അറ്റ്ലാന്റയും തമ്മിലുള്ള ഡീലിൻ്റെ പറഞ്ഞിരിക്കുന്ന ഫീ. സോ ഐ തിങ്ക് ദിസ് ഇസ് ഹ്യൂജ് മണി. ഇത്രയും 43 മില്യൺ കൊടുത്ത് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഇതും ആ പ്ലെയറിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ മീൻ പ്ലെയർ നല്ല പ്ലെയർ ആയിരിക്കും ഉറപ്പായിട്ടും, പക്ഷേ ആ ഒരു വാല്യൂന് ഇല്ല. ഒരു ഇയർ മാത്രമേ കോൺട്രാക്റ്റ് ബാക്കിയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയറിന് ഈ ഒരു 40+ മില്യൺ കൊടുത്ത് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. യൂറോസിൽ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ലൈക്ക് 50 മില്യൺ യൂറോസിലാണ് ഒരു ഇയർ മാത്രം ബാക്കിയുള്ള ഒരു പ്ലെയറിനെ കൊണ്ടുവരാനായിട്ട് നമ്മൾ നോക്കുന്നത്. സോ ഐ മീൻ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇതിന് മുമ്പുണ്ട്. മേസൺ മൗണ്ടിന് ഇത് കണക്ക് 60 മില്യൺ ആണ് നമ്മൾ 1 ഇയർ മാത്രം ബാക്കി ഉണ്ടായിരുന്ന സമയത്ത് കൊണ്ടുവന്നത്. അപ്പോൾ ആ പ്ലെയറിൻ്റെ അവസ്ഥ നമുക്കറിയാം. ആൻഡ് മാഞ്ചസ്റ്റർ ടീമിന് അത് ഒരു ഹെൽപ്ഫുൾ ആയിട്ടില്ല ആ ഒരു പ്ലെയർ. അപ്പോൾ അങ്ങനത്തെ ഒരു ഹെവി ഒരു എമൗണ്ട് കൊടുത്തിട്ട് ഈ ഒരു പ്ലെയറിനെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. ബിക്കോസ് വി നീഡ് മോർ റീഇൻഫോഴ്സ്മെൻറ്റ്സ്. ആദ്യത്തെ ട്രാൻസ്ഫറിൽ തന്നെ ഇത്രയധികം പൈസ സ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കുവാണെങ്കിൽ പിന്നീട് നമുക്കറിയാം എന്തോ സംഭവിക്കാൻ പോകുന്നത്. അവർ പറയുമോ ബഡ്ജറ്റ് തീർന്നു പോയി, അതുകൊണ്ട് ഇനി നമുക്ക് ടോപ്പ് ലെവൽ പ്ലെയേഴ്സിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല എന്നുള്ള ഇതാവും. അപ്പോൾ സോ ഐ ആം ഷുവർ ഈ ഒരു പ്ലെയറിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിടിച്ചായിരിക്കും മറ്റുള്ള പ്ലെയേഴ്സിനെ ശ്രമിക്കുന്നത്. ബിക്കോസ് അത് അങ്ങനത്തെ ഒരു കാരണം കൊണ്ട് ബെസ്റ്റ് പ്ലെയേഴ്സ് വരത്തുമില്ല. സോ ബെസ്റ്റ് പ്ലെയേഴ്സ് ഇല്ലാതെ ഇഫ് വി ഡു നോട്ട് സ്പെൻഡ് മണി, ആവശ്യത്തിന് പൈസ ചിലവാക്കിയിട്ടില്ലെങ്കിൽ ബെസ്റ്റ് പ്ലെയേഴ്സിനെ കിട്ടത്തുമില്ല. ആൻഡ് വി ആർ നോട്ട് ഗോയിങ് ടു വിൻ ദ ലീഗ് എനി ടൈം സൂൺ. അടുത്തൊന്നും നമുക്കത് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. സോ അത് തന്നെയാണ് ഈ 1 ഇയർ മാത്രം ബാക്കിയുള്ള ഒരു പ്ലെയറിന് കോൺട്രാക്റ്റിൽ ഒരു 30 മില്യൺ, മാക്സിമം 30 മില്യൺ മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. ആൻഡ് പ്രത്യേകിച്ച് അറ്റ്ലാന്റയായിട്ട് ഒരു ഡീല് വെക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് പറഞ്ഞാൽ അറ്റ്ലാന്റ നമ്മളെ വലിപ്പിച്ചിട്ടുള്ള ക്ലബ്ബാണ് 2 പ്ലെയേഴ്സിൽ. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അഹമ്മദ് ദിയാലോന ടോട്ടൽ പാക്കേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം 45 മില്യനോ ആ ഒരു റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നത്. അതും ഒരു 18 വയസ്സുകാരനെയാണ് നമ്മൾ അത്രയും പൈസ കൊടുത്തിട്ട് കൊണ്ടുവന്നത്. ആൻഡ്
അത്രയും വാല്യൂ ഒന്നും ഇതുവരെയ്ക്കും അമാദ് ദിയാലോ നമുക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. സോ അതും 18 ഇയർ ഓൾഡ്, നമ്മുടെ ഒരു 18 ഇയർ ഓൾഡിനൊന്നും ഈ ഒരു 45 മില്യൺ ഒന്നും വിൽക്കാനേ പറ്റത്തില്ല. സോ അതും അവിടെ പ്രൂവൺ അല്ലാത്ത ഒരു ഇറ്റാലിയൻ ലീഗിൽ കളിക്കുന്ന ഒരു പ്ലെയർ നമ്മൾ അത്രയും കൊടുത്തു കൊണ്ടുവന്നു. അത് അവർ നമ്മളെ നല്ല രീതിയിൽ വലിപ്പിച്ചു. പിന്നീട് അത് വീണ്ടും ചെയ്തു. എപ്പോഴാണ്? റാസ്മസ് ഹോയ്ലൻഡിന്റെ കാര്യത്തിലും ഏകദേശം 72 മില്യൺ എമൗണ്ട് കൊടുത്തിട്ടാണ് വീണ്ടും നമ്മൾ റാസ്മസ് ഹോയ്ലൻഡിനെ അറ്റ്ലാന്റ കൊണ്ടുവന്നത്. അപ്പം ഈ 2 പ്രാവശ്യം നമ്മളെ നല്ല രീതിയിൽ വലിപ്പിച്ച് പോക്കറ്റ് കീറിയിട്ടാണ് അവന്മാർ വിട്ടത്. അപ്പം അവന്മാർ അത്യാവശ്യം പൈസ അടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു ക്ലബ്ബാണ്. ആ ഒരു ട്രാപ്പിലേക്ക് നമ്മൾ വീണ് പോകരുത് എന്ന് മാത്രമേ എനിക്കുള്ളൂ. അപ്പം ഒരു 30 മില്യൺ ഡൗണിലാണ് നമുക്ക് ഒരു ഡീല് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഡെഫിനറ്റ്ലി വി ക്യാൻ ലുക്ക് ഫോർ എഡേഴ്സൺ. നമുക്കറിയാം 30 മില്യനേ ഉള്ളൂ ഒരു തേർഡ് ലെവൽ പ്ലെയർ ആയിട്ട് നമ്മുടെ ടീമിലേക്ക് കൊണ്ടുവരാം. പിന്നീട് ബാക്കിയുള്ള ബഡ്ജറ്റ് നമുക്ക് ടോട്ടൽ 150 മില്യൺ ആണ് മിഡ്ഫീൽഡ് റീഇൻഫോഴ്സ്മെന്റ്സിന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബാക്കി ഒരു 120 മില്യൺ ഉണ്ട്. അപ്പം ഒരു 80 മില്യൺ ഒരു പ്ലെയറിന് കൊടുത്തിട്ട് പിന്നെയും ഒരു 40 മില്യൺ ഉണ്ട്. അപ്പം സോ ഐ തിങ്ക് ലൈക്ക് വി ക്യാൻ ഡു എ ഡീൽ. അത്രയും പൈസ വെച്ചിട്ട് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു പൈസയ്ക്ക് എനിക്ക് അറിഞ്ഞൂടാ, അത് ഒരു പ്രോപ്പർ ഡീലായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എഡസന്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രസീൽ ടീമിൽ നേരെ കളിക്കാത്തൊരു പ്ലെയറാണ്. ഇത്രയും കാലമായിട്ട് 26 വയസ്സായിട്ട് ബ്രസീൽ ടീമിൽ ഇതുവരെയ്ക്ക് 3 കളികൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ ടീമിൽ, സീനിയർ ടീമിൽ. അപ്പോൾ ബ്രസീലിലെ ഒരു മേജർ ഇമ്പാക്ട്ഫുൾ പ്ലെയർ ഒന്നുമല്ല, മനസ്സിലായില്ലേ? അതൊരു നോട്ട് ഈവൻ ഇൻ ദ 55 മാൻ പ്രോബബിൾസ്. വേൾഡ് കപ്പിന് ആദ്യം ഒരു 55 പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്യുമല്ലോ, ആ ഒരു പ്രോബബിൾ ലിസ്റ്റിൽ പോലും ഈ പ്ലെയർ വന്നിട്ടില്ല. അപ്പോൾ അത്രയ്ക്ക് ഒരു ലെവലില്ലാത്തൊരു പ്ലെയറിനെ നമ്മുടെ ടീമിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. ബിക്കോസ് അതിനെക്കാട്ടി മെച്ചപ്പെട്ട പ്ലെയേഴ്സ് നമ്മുടെ പ്രീമിയർ ലീഗിൽ തന്നെ ഉണ്ട്. ആൻഡ് അത് തന്നെയായിരിക്കും നോക്കുന്നത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതാണ്, ബ്രസീലിയൻ ടീമിലെ ബ്രസീലിയൻ പ്ലെയർ ആണെന്ന് പറഞ്ഞാലും ബട്ട് ഹി ഈസ് നോട്ട് പ്രൂവ്ഡ് ഹിസ് വർത്ത്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വെച്ചാൽ ചാമ്പ്യൻസ് ലീഗ് എക്സ്പീരിയൻസ് ഉണ്ട്. അത്യാവശ്യം അറ്റ്ലാന്റിക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ 4 വർഷത്തിനിടയ്ക്ക് 2 ചാമ്പ്യൻസ് ലീഗ് ഔട്ടിങ്സിൽ പോയിട്ടുണ്ട്, സീസൺസിൽ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെൽത്ത് ഓഫ് എക്സ്പീരിയൻസ് എന്തായാലും എഡസൺ ഉണ്ട്. അപ്പം അതാണ് മേജറായിട്ട് പറയേണ്ട ഒരു കാര്യം. പിന്നെ ഗെയിമിലാണെങ്കിലും ഞാൻ പറയുന്നില്ല എഡസൺ മോശപ്പെട്ട പ്ലെയർ ആണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഒരു പ്രീമിയർ ലീഗ് സെറ്റപ്പിലേക്ക് വരുമ്പോൾ അതൊരു ഡെഫിനറ്റ്ലി ഒരു റിസ്കി എലമെൻറ്റ് ഇതിനകത്ത് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ എനിക്കറിയത്തില്ല, ലെറ്റ്സ് സീ ഇതിനകത്ത് എങ്ങനെ ഈ ഡീൽ ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആ ഗ്രീൻ ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അത് സാധ്യമാക്കും എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. ഇന്നത്തെ ഗെയിമിൽ എഡസൺ കളിക്കുന്നില്ല. എഡസണിനെ ടീമിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് ഡ്യൂ ടു ആൻ ഇമ്പോർട്ടൻറ്റ് ക്ലബ് ട്രാൻസ്ഫറിൻ്റെ ഇതിൽ നിൽക്കുന്നതുകൊണ്ട് അതുകൊണ്ട് കളിപ്പിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുള്ളത്. സോ ഐ ആം അൺഷുവർ ഓഫ് ദി സൈനിങ്. പക്ഷേ വന്നു കഴിഞ്ഞാൽ ലെറ്റ്സ് സീ, നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ ടീമിലേക്ക് വരുന്ന പ്ലെയേഴ്സ് എല്ലാവരും നല്ല രീതിയിൽ കളിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. സോ അത് വന്നിട്ട് അതൊരു നല്ലൊരു സൈനിങ് ആകാതിരിക്കാം. സോ ബട്ട് ഇറ്റ് ഈസ് ലൈക്ക് ഒരു റിസ്കി എലമെൻറ്റ് നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ വാട്ട് ഡു യു തിങ്ക്? നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എഡേഴ്സൺ സൈനിങ്, അതും ഒരു ടോട്ടൽ ഓഫ് 50 മില്യൺ യൂറോസിൻ്റെ വാല്യൂവിൽ ഈ ഒരു പ്ലെയറിനെ നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ലെസർ പ്രൈസിനാണെങ്കിൽ ഓക്കെ ആണോ? അല്ലെങ്കിൽ ഈ പ്ലെയർ നമ്മുടെ ഒരു പ്രീമിയർ ലീഗ് പ്രൂവൻ അല്ലാത്തത് കൊണ്ട് നമ്മുടെ ടീമിലേക്ക് വന്നിട്ട് ഒരു രീതിയിൽ നമ്മൾ അത് ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഈ ട്രാൻസ്ഫറിൻ്റെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു എഡേഴ്സണിനെ നമ്മൾ അഥവാ കൊണ്ടുവരുവാണെങ്കിൽ ഈ മാസത്തിന് അവസാനം തന്നെ കൊണ്ടുവരും. നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ മത്യാസ് കുനിയൻ എങ്ങനെയാണ് കൊണ്ടുവന്നതെന്ന്. മെയ് അവസാനം, അതായത് ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് ഡേയിൽ തന്നെ എങ്ങനെ നമ്മൾ മത്യാസ് കുനിയനെ കൊണ്ടുവന്നത്. അതെന്ന് പറഞ്ഞാൽ പ്രീവിയസ് സീസണിൻ്റെ ബുക്സിലാണ് എഴുതി ചേർക്കപ്പെട്ടത്, അക്കൗണ്ട്സിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും ചിലപ്പോൾ എഡേഴ്സണിനെ ഈ ഒരു മാസം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എഡേഴ്സണിൻ്റെ വാല്യുവേഷൻ നോക്കുമ്പോൾ, അക്കൗണ്ട്സ് വൈസ് നോക്കുമ്പോൾ ഈ സീസണിലുള്ള ഒരു ബഡ്ജറ്റിലായിരിക്കും അത് കണക്ക് കൂട്ടുന്നത്. ചിലപ്പോൾ അത് മാറി, അതിനകത്ത് കുറേ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ വായിക്കാനായിട്ട് ഇടയായി. സോ ഐ എം നോട്ട് ക്വൈറ്റ് ഷുവർ. ചിലപ്പോൾ അതാണോ നമ്മുടെ ടീം നോക്കുന്നതെന്ന് അറിയത്തില്ല. ആൻഡ് എന്തായാലും നമുക്ക് നോക്കിയിരുന്ന് കാണാം ഈ ഒരു ട്രാൻസ്ഫർ എങ്ങനെയാകും എന്നുള്ളത് നമുക്ക് നോക്കിയിരുന്ന് കാണാം. സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഐ റിക്വസ്റ്റ് യു ടു കൈൻഡ്ലി ഗിവ് എ ലൈക്ക്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.